സമ്മേളനത്തിൽ വരുന്ന ആളെ മുഴുവൻ ഓവർലോഡ് ആക്കിയിട്ട് ബഹുമാനോട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാറെ കയറ്റിക്കൊണ്ട് വരും. നിങ്ങൾക്ക് എന്തോ അങ്ങനെ വ്യാഖ്യാനിക്കാം. അല്ല അതിനൊക്കെ അതല്ലേ മറുപടി ഉള്ളൂ. വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. സിപിയുടെ റിപ്പോർട്ടിൽ തോൽവിക്ക് കാരണം തന്നെ ഭരണവിരുദ്ധ വികാരമെന്ന വിലയിരുത്തലാണ്. കൂടാതെ CPM-ന്റെ ഏകാധിപത്യം എന്ന് പറയുമ്പോൾ അതിൽ പിണറായി വിജയന്റെ ഏകാധിപത്യം, ഒരു കാര്യങ്ങളും മുന്നണിയിൽ തീരുമാനിക്കാതെ അല്ലെങ്കിൽ പാർട്ടിയോട് ആലോചിക്കാതെ മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനങ്ങൾ പരാജയത്തിലേക്ക് നയിച്ചിരിക്കുന്നു. അതിലും ഏറ്റവും പ്രധാനം ഈ പറഞ്ഞ വെള്ളാപ്പള്ളിയെ വാഹനത്തിൽ കയറ്റിയതാണ്. വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗങ്ങൾക്ക് എവിടെയും ഒരു തടസ്സമില്ലാത്ത രീതിയിൽ ആ പ്രസംഗങ്ങൾ തുടരാൻ അനുവദിക്കുന്നു. എവിടെയും ഒരു വിമർശനം പോലും പിണറായി വിജയന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. വെള്ളാപ്പള്ളി നടേശന്റെ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ വായിക്ക് സിബിടാനോ പൂട്ടുവാനോ കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ ഇടതുപക്ഷത്തിനോ സാധിക്കും. അപ്പൊ ഞാനും നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമല്ലോ. അങ്ങനെയല്ലല്ലോ. അല്ലല്ല, നമുക്ക് നന്നായി പ്രതികരിച്ചെന്ന പിണറായി വിജയനെ നമുക്കറിയാമെന്നേ. കേരള തൊഗാഡിയ എന്ന വെള്ളാപ്പള്ളിയെ വിളിച്ചത് പിണറായി വിജയനാണെന്ന് പാർട്ടി സെക്രട്ടറിയാണ് അല്ലെ, ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു തടസ്സം? എന്താണ്? വെള്ളാപ്പള്ളി തിരിച്ചാണെങ്കിൽ പിണറായി വിജയൻ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശനോട് രാവിലെ മുതൽ ഞങ്ങളോട് ചോദിച്ചിട്ട് സംസാരിക്കുള്ളൂ. അതായത് ഒരു സ്വതന്ത്ര വ്യക്തിയാണ്, ആളാ. വർഗീയ നാവ് അകത്തേക്കിടണമെന്ന വിമർശനം പറയാൻ എന്താണ് തടസ്സം? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ ആരും അത് പറയാറില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പറയുന്നു, വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കണം, സമൂഹത്തിന് ബുദ്ധിമുട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. അതല്ലാതെ ഈ മനുഷ്യനോട് നേരം എടുത്താൽ ഫോൺ ചെയ്തിട്ട് മിസ്റ്റർ വെള്ളാപ്പള്ളി ശ്രീനാരായണ ഗുരുവിന്റെ പാതയിൽ ആ കാര്യങ്ങൾ നടപ്പാക്കുന്ന അല്ലേ, ശ്രീനാരായണ ഗുരുവിന്റെ പിൻഗാമി പിണറായി വിജയൻ വിചാരിക്കുന്നു ഈ വെള്ളാപ്പള്ളി വഴി മുഴുവൻ ഈഴവ വോട്ടുകളും അങ്ങ് പോരുമെന്ന് വിചാരിച്ചു. വെള്ളാപ്പള്ളി പറയുന്നത് പിണറായി വിജയന് വേണ്ടിയിട്ടാണോ? പിണറായി വിജയന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വെള്ളാപ്പള്ളി കൊണ്ട് പറയിക്കുകയാണോ എന്ന് വേണമെങ്കിൽ സംശയിക്കാവുന്ന രീതിയിലായിരുന്നു പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 6.5 പതിറ്റാണ്ടായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയത്തിന്റെ ഇന്നലകളെ കുറിച്ച് സ്മൃതി പ്രത്യേകിച്ചൊന്നും ഒരു ഇന്റർപ്രഷൻ നടത്തി അതിനെ മാറ്റി ഒരു നരേഷൻ സൃഷ്ടിക്കാൻ ശ്രമിക്കണ്ട. അദ്ദേഹം ഏതെങ്കിലും വിധത്തിൽ ഇത്തരം വർഗീയതയ്ക്ക് അനുകൂലമായിട്ട് സംസാരിച്ചാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വർഗീയത ഇടയ്ക്കിടയ്ക്ക് മാറി മാറി കാണുന്നുണ്ട്, അതാണ് പ്രശ്നം. വർഗീയത ചില സമയത്ത് ന്യൂനപക്ഷത്ത് കാണും, ചില സമയത്ത് ഭൂരിപക്ഷത്ത് കാണും. അത് വോട്ട് കൂടുതലും കുറയുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. അല്ല, അങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊരു കാര്യം പറയാം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന കേന്ദ്ര സർക്കാർ ഏതെല്ലാം കൂടിയിട്ടുള്ള ഐക്യമുന്നണിയായിരുന്നു. നമ്മൾ ഈ 90കളിലും 2000-ന്റെ തുടക്കത്തിലുമൊക്കെയുള്ള കാര്യങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാ അത്ര പുറകിലേക്കൊക്കെ പോണത്? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വർഗീയ ഭീകര സംഘടന ഇന്നുവരെ പരസ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ കൂടിക്കൊണ്ട് ഒരു രാഷ്ട്രീയ മുന്നേറ്റം CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം LDF നടത്തിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി നല്ല നിലപാടുള്ള സംഘടനയാണ്, പ്രത്യേകിച്ച് ദേശീയ വിഷയങ്ങളിൽ നല്ല നിലപാടുള്ള സംഘടനയാണ് എന്ന് പറഞ്ഞത് പിണറായി വിജയനാണ്. അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്. ക്ലിപ്പിംഗ്സും പത്രവാർത്തകളും കട്ടിങ്സും പടങ്ങളും ഒക്കെ എല്ലാ ചർച്ചകളിലും ഇടയ്ക്കിടയ്ക്ക് കാണിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് വെള്ളാപ്പള്ളിയുടെ ക്ലിപ്പിംഗ് ആണ് കേട്ടോ. നൂറ്റാണ്ടിനപ്പുറത്തുള്ള അല്ലല്ല, നൂറ്റാണ്ടിനപ്പുറം ഒന്നുമല്ല. പാർട്ടി മുഖപത്രത്തിലെ പലതവണ ആവർത്തിച്ചതാണ് ശ്രീ റെജി ലൂക്കോസ്. അങ്ങ് ചിലപ്പോൾ ആ ചർച്ചയിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ആർക്കും സൃഷ്ടിക്കാം. എന്ത് കള്ളത്തരം? കേസ് കൊടുക്കാതെ കള്ളത്തരാണ്. കേസ് കൊടുക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കൂ, സിമ്പിൾ ആയിട്ട് ഈ ചർച്ചയിലിരുന്ന് ഒന്ന് ക്ഷമിക്കൂ. ബ്രേക്കിനടുത്ത് വാട്സ്ആപ്പ് ചെയ്തരാ. ഈ മലയാളക്കര മുഴുവൻ വലിയ ആദരവോടെ നോക്കി കാണുന്ന ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഇറങ്ങി വന്നിട്ടാണ് അസൗകര്യമുള്ള ഒരു ചോദ്യം വന്നപ്പോൾ നാക്ക് കടിച്ച് മൈക്ക് തട്ടിപ്പറിച്ചത് എന്നത് കേരളം കാണട്ടെ, ഇത് വിലയിരുത്തട്ടെ.
മുഖ്യമന്ത്രിയുടെ കാറിൽ ഇദ്ദേഹം കയറി എന്ന് പറയുമ്പോൾ ഞാൻ അയിത്തജാതിക്കാരനാണോ എന്ന് ചോദിച്ച് ഒരു ഇരവാദം ഉയർത്താൻ ശ്രമിക്കുകയാണ് വെള്ളാപ്പള്ളി. മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതോ മുഖ്യമന്ത്രി പൊന്നാട അണിയിച്ചതോ അല്ല പ്രശ്നം. അതൊക്കെ നടക്കുന്ന സമയത്ത് കേരളത്തിലെ വേദികളിൽ ഉടനീളം ഒരു പ്രത്യേക സമുദായത്തെ ടാർഗറ്റ് ചെയ്യുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടും ആവർത്തിച്ച് അദ്ദേഹത്തെ പാടിപ്പുകഴ്ത്തി കൂടെ കൊണ്ട് നടന്നത് ആ ഹെയ്റ്റ് ക്യാമ്പയിന്റെ ഗുണഫലം തങ്ങൾക്ക് കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് പിണറായി വിജയൻ വിചാരിച്ചപ്പോഴാണ്. വെള്ളാപ്പള്ളിയെ തള്ളി പറയുമ്പോഴും പിന്നെ ഇവർക്ക് പിണറായിയെ തള്ളി പറയാൻ ചർച്ചയിലെ പ്രതിനിധിക്ക് പ്രയാസമുണ്ട്. അദ്ദേഹം CPI എങ്ങനെ പരിഹസിക്കുകയാണ്. CPI എന്താണ്, ചതിയൻ ചന്തുവാണ് എന്നാണ് പറയുന്നത്. CPM ഈ പറയുന്ന ഈ വെള്ളാപ്പള്ളി നടേശനെ കൈവിടാൻ തയ്യാറല്ല എന്നതാണ്. ചതിക്കപ്പെട്ടത് CPI ആണ്, ചതിച്ചത് പിണറായി വിജയനാണ്. ചതിയൻ ചന്തു എന്ന പേര് പിണറായിക്കാണ് ചേരുക. ആ ചന്തുവിന്റെ കയ്യിലേക്ക് ആരോമലിനെ കുത്തിവീഴ്ത്താൻ പണ്ട് മുറിച്ചുരുക എടുത്തു കൊടുത്തതുപോലെ ഇപ്പൊ മുറിച്ചുരുക എടുത്തു കൊടുക്കുന്ന പണിയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രിക്ക് അത്രയധികം ബഹുമാനവും താല്പര്യമുള്ള ഒരാളാണ് എന്നതിനൊരു പ്രതീകാത്മകമായ ഒരു അർത്ഥമുണ്ട്. പണ്ട് ഹിന്ദു പുരാണങ്ങളിൽ ദേവേന്ദ്രൻ ചില വീരന്മാരെ ബഹുമാനിക്കാൻ വേണ്ടി അർദ്ധാസനം കൊടുത്തു എന്ന് പറയും. അങ്ങനെ അർദ്ധാസനം കൊടുത്തിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശനാണ് മിത്രമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് ശത്രു വേറെ വേണ്ടി വരില്ല. വെള്ളാപ്പള്ളി നടേശനെ രാഷ്ട്രീയത്തിൽ പ്രതിഷ്ഠിച്ചത് ആരാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. വലിയ കഷ്ടമാണ്. കുമാരനാശാനും സഹോദരൻ അയ്യപ്പനൊക്കെ ഇരുന്ന കസേരയാണ്. അപ്പൊ അദ്ദേഹം അന്തസ്സില്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നു. ഇവിടെ സ്ത്രീകൾക്കെതിരായിട്ടും ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടും ഒരു മര്യാദ വേണ്ടേ? മലപ്പുറം ജില്ലയിൽ ഈഴവർക്ക് ജീവിക്കാൻ വയ്യ എന്ന് പറയുന്നത് എത്ര വലിയ നുണയാണെന്ന് ആലോചിച്ച് നോക്കുക. അത് നുണയാണ് എന്ന് പിണറായി വിജയൻ പറയൂ? അതിനുള്ള വിവരമൊന്നുമില്ല. മലപ്പുറം ജില്ലയിൽ ഈഴവർക്ക് ജീവിക്കാൻ വയ്യാത്ത സ്ഥിതി ഉണ്ടെങ്കിൽ കഴിഞ്ഞ 9.5 കൊല്ലമായി പിണറായി വിജയൻ എന്തെടുക്കുകയായിരുന്നു? അദ്ദേഹം ഇവിടെ ആഭ്യന്തരമന്ത്രിയല്ലേ? വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ സാമൂഹ്യ രംഗത്തെ അഴുക്കുകളിൽ ഒന്നാണ് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് വളരെ ഖേദമുണ്ട്. ഇപ്പൊ ഇവിടെ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹത്തിന്റെ കാറിൽ കയറ്റി ഒരു 150 മീറ്റർ അപ്പുറത്ത് ആ വേദിയിലേക്ക് കൊണ്ടുപോയി. അതിലെന്താ ഇത്ര തെറ്റിരിക്കുന്നത്? വെള്ളാപ്പള്ളിക്ക് തന്നെ പോകാൻ ഒരു കാറില്ല, പാവം അല്ലേ? വഴിയിലൂടെ നടന്നിങ്ങനെ കഷ്ടപ്പെട്ട് പോകുമ്പോൾ കാറിൽ കയറ്റി. അദ്ദേഹം അവര് ഒരു ഗസ്റ്റ് ഹൗസിൽ ഒന്നിച്ചുണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നു. അദ്ദേഹം പോകുന്ന വഴിക്ക് പലരും ഉണ്ടായിരുന്നു, പലരിലും വേറെ ആരെയും കണ്ടില്ലല്ലോ ആ വാഹനത്തിൽ. അതിപ്പോ ഒരു സമ്മേളനത്തിൽ വരുന്ന ആളെ മുഴുവൻ ഓവർലോഡ് ആക്കായിട്ട് ബഹുമാനോട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാറെ കയറ്റിക്കൊണ്ടുപോകും. നിങ്ങൾക്ക് എന്തോ അങ്ങനെ വ്യാഖ്യാനിക്കാം. ഞാനത് പൂർത്തിരിക്കട്ടെ. അല്ല 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 അതിനൊക്കെ അതല്ലേ മറുപടിയുള്ളൂ. നിങ്ങൾ അതായത് ഞങ്ങളുടെ നാട്ടിൽ എന്ത് പറയും, ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്ത് പറഞ്ഞാലും കുറ്റാന്ന് പറയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഹരമാ. ഇവിടെ ഒരു മാറാട് ആവർത്തിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ ജനങ്ങൾക്ക് എത്ര ദുരന്തങ്ങൾ കൈവിടിച്ചു. ഇത് വെള്ളാപ്പള്ളി ചോദിച്ചതാണ്. വർഗീയ പ്രസംഗത്തിന് കേസെടുക്കാനൊക്കെ വകുപ്പുണ്ട് കേട്ടോ. അതിനൊക്കെ വകുപ്പുണ്ട് ഇവിടെ. കേസെടുത്തല്ലോ. കോഴിക്കോട് നടന്ന അന്നാരാ ഭരിക്കുന്നത്? കൃത്യമായ കാര്യങ്ങളാ. അന്നാരാ ഭരിക്കുന്നത്? ഞങ്ങളുടെ ഉറപ്പാണോ? ഉമ്മൻചാണ്ടി കേസെടുത്തതിനെ കുറിച്ചാണോ അങ്ങ് പറഞ്ഞത്? ഉമ്മൻചാണ്ടി പറഞ്ഞില്ല. എന്തൊക്കെയാണോ ഈ പറയുന്നത്? ഞാൻ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു എന്ന് ചോദിച്ചു. ഞാൻ വളരെ മനോഹരമായിട്ട് മറുപടി പറഞ്ഞു. ഉമ്മൻചാണ്ടി സാറാണ് പക്ഷെ പ്രതികരിച്ചത് പിണറായി വിജയനാ. പൊട്ടന്ന ലോക പൊട്ടനാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് നാളെ ഇവിടെ ജയിലിലിടണോ? ഇത്രയും നിസ്സഹായരായ മുഖ്യമന്ത്രിയാണെന്ന് അറിഞ്ഞില്ല. ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ